നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ y = sin x ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഫൈൻഡ് dy ബൈ dx നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം y എന്ന് പറയുന്നത് sin x ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ആണ് y എന്ന് പറയുന്നത്. അതിനെ ഡെറിവേറ്റീവ് ഉപയോഗിക്കുമ്പോൾ ഏത് റൂളാണ് മക്കളെ? ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ പോർഷൻ റൂളാണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കാം? dy ബൈ dx എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും തന്നിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഫോർമുല എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു dy ബൈ dx എന്ന് പറഞ്ഞാൽ d ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു derivative of the numerator minus numerator into derivative of the denominator divided by denominator the whole square ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്താണ് ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം ഡെറിവേറ്റീവ് എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഏതിനെ എവിടെ നിർത്തണം? താഴെ കിടക്കണേ ഏതിനെ എവിടെ നിർത്തണം? ഡിനോമിനേറ്റർ എസ് പ്ലസ് 1 ആണ്. അപ്പോൾ dy ബൈ dx എന്ന് പറഞ്ഞാൽ എസ് പ്ലസ് 1 നിർത്തി. ഏതിൻ്റെ ഡെറിവേറ്റീവ്? ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. അതായത് d ബൈ dx ഓഫ് ഏതാണ്? ന്യൂമറേറ്റർ ഇതാണ്. അപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. പിന്നെ നമ്മൾ ഇവിടെ നോക്കിയാൽ മതി, മൈനസ് ഇതിനെ അവിടെ നിർത്തി, സൈൻ എക്സിനെ അവിടെ നിർത്തി, ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ദാറ്റ് ഇസ് എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താണോ അതിൻ്റെ സ്ക്വയർ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ വരും. ഇനി നമുക്കറിയാം എസ് പ്ലസ് 1 അങ്ങനെ തന്നെ എഴുതി. ഈ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ് അല്ലേ? അപ്പോൾ അത് കോസ് എക്സ് എഴുതി. മൈനസ് സൈൻ എക്സിനെ അങ്ങനെ തന്നെ ഇറക്കി എഴുതും. ഈ സൈൻ എക്സിനെ അങ്ങനെ തന്നെ ഇറക്കി എഴുതും. ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആ 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആവും. അപ്പോൾ നമ്മൾ എഴുതാം എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1. അപ്പോൾ അവിടെ 1 വരും. 1 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റാണ്, അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 0 ആവും. അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല, കാരണം 1 + 0 വരും. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഇടാം, എഴുതാം. അപ്പോൾ ആ 0 എഴുതാതിരിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ നമുക്ക്. അപ്പോൾ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ വരും. അപ്പോൾ ഇതിനൊന്ന് എഴുതി കഴിയുമ്പോൾ എന്ത് വരും? എസ് പ്ലസ് 1 കോസ് എക്സ് minus sin x divided by x plus 1 the whole square.